ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായാണ് ബി.ജെ.പി. കളത്തിലിറങ്ങുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രികയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കണം തങ്ങളുടെ പ്രകടന പത്രിക എന്ന ഉദ്ദേശത്തോടെ ആം ആദ്മിയെ കടത്തിവെട്ടുന്ന പ്രഖ്യാപനങ്ങളാണ് ബി.ജെ.പി. നടത്തിയിരിക്കുന്നത്. വനിതാ വോട്ടർമാരെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ അടങ്ങിയിരിക്കുന്നത്. 2.5 പതിറ്റാണ്ടിൽ അധികമായി ഡൽഹിയിലെ അധികാര വരൾച്ച അവസാനിപ്പിക്കുകയാണ് ഇതിലൂടെ പാർട്ടിയുടെ ലക്ഷ്യം എന്നതാണ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ബി.ജെ.പി. അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, സ്ത്രീകൾക്ക് മാസം 2500 രൂപയുടെ സഹായധനം, ഗർഭിണികൾക്ക് 21,000 രൂപ, ഗാർഹിക പാചകവാതകത്തിന് 500 രൂപയുടെ സബ്സിഡി എന്നിങ്ങനെ നിർണായകമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ബി.ജെ.പി. ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദയാണ് പ്രകടന പത്രിക പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നാലെ തന്നെ ഈ പ്രകടന പത്രിക ചർച്ചകളിൽ ഇടം പിടിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്രത്തിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിൽ 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ബി.ജെ.പി. അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അഭിമാനമായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ബി.ജെ.പി. തങ്ങളുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നടപ്പാക്കുമെന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇതിനെ എതിർക്കുകയാണെന്നും ജെ.പി. നദ്ദ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. രാജ്യ തലസ്ഥാനത്തെ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രിക എല്ലാ ഹോളിയിലും ദീപാവലിയിലും പാവപ്പെട്ടവർക്ക് സൗജന്യ സിലിണ്ടറുകൾ നൽകുമെന്ന വാഗ്ദാനവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതും ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. കൂടാതെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് കുതിപ്പേകിയ ലഡ്കി ബഹൻ യോജനയുടെ മാതൃകയിൽ ഡൽഹിയിലെ ഓരോ സ്ത്രീക്കും പ്രതിമാസം 2500 രൂപ ബി.ജെ.പി. നൽകുമെന്നതും അറിയിച്ചിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ സമാനമായി നേരത്തെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെ വനിതാ വോട്ടർമാർക്കായി ആം ആദ്മി പാർട്ടി 2100 രൂപ ധനസഹായമായാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇപ്രകാരം വാഗ്ദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് അവരുടെ പ്യാരി ദീദി യോജന പ്രകാരം പ്രതിമാസം 2500 രൂപ സ്ത്രീകൾക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ കടത്തിവെട്ടാൻ മറ്റു ചില ജനപ്രിയ പ്രഖ്യാപനങ്ങളും ബി.ജെ.പി. നടത്തിയിട്ടുണ്ട്. എല്ലാ ചേരി ക്ലസ്റ്ററുകളിലും അഴൽ ക്യാൻറ്റീനുകളിലൂടെ 5 രൂപയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുമെന്നാണ് ബി.ജെ.പി. അറിയിച്ചത്. മാത്രമല്ല, നിലവിൽ ഡൽഹിയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ എല്ലാം തന്നെ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ തുടരുമെന്നും ജെ.പി. നദ്ദ അറിയിച്ചിട്ടുണ്ട്. ബി.ജെ.പി. വരികയാണെങ്കിൽ ജനപ്രിയ പദ്ധതികൾ എല്ലാം നിർത്തലാക്കും എന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണത്തോട് പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം വ്യക്തമാക്കിയത്. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ നടക്കുന്നത് ഫെബ്രുവരി 8-നാണ്. ആകെ 70 മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ 2 തവണയായി ആം ആദ്മി പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നാൽ ഇക്കുറി ഈ ആധിപത്യം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ബി.ജെ.പി. കളത്തിലിറക്കിയിട്ടുണ്ട്. കൂടാതെ പ്രചാരണവും വലിയ തോതിൽ തന്നെ പൊടിപൊടിക്കുകയാണ്. എന്തായാലും 3 രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാന പെരുമഴയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്നത്.